രോഹിണി നാൾ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന രോഹിണി നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. ബുധന്റെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മ തിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിലൊന്നാണ് രോഹിണി. അതുകൊണ്ട് തന്നെ രോഹിണി നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് ബുധൻ നക്ഷത്രാധിപനായ ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നാളുകളിൽ ജനിച്ചവരാണ്. ബുധൻ രാശിയധിപനായ മിഥുനം, കന്നി എന്നിവ രാശിയായോ ലഗ്നമായോ ജനിച്ചവർ മൂലവും രോഹിണി നാളുകാർക്ക് ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെ ആയിരിക്കും ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നാളുകാരും മിഥുനം, കന്നി രാശിയിലോ ലഗ്നത്തിലോ ജനിച്ചവരും നിങ്ങൾക്ക് നൽകുക. ഇവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോ ആകാം. ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഉപകാരം ചെയ്യുന്നവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ പൂർണ്ണമായി അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. രോഹിണി നാൾ ജനിച്ച വ്യക്തിക്കോ കുടുംബത്തിലുള്ളവർക്കോ പഠനകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാവുക, പ്രണയവിവാഹം നടക്കുക, വിവാഹം കഴിച്ചവർ നിയമപരമായി ബന്ധം വേർപെടുത്തേണ്ട സാഹചര്യം ഉണ്ടാവുക, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ വരിക, ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബുധന്റെ നക്ഷത്രങ്ങൾ ജനിച്ചവർ മൂലം നിങ്ങൾക്ക് കൂടുതലും ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാവുക. അതേസമയം നാളുകൾ ഒന്നാണെങ്കിലും ലഗ്നങ്ങൾ വേറെ വേറെ ആയതിനാൽ അവരുടെ സ്വഭാവത്തിലും നിങ്ങളോടുള്ള സമീപനത്തിലും മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് ബുധന്റെ നാളിൽ ജനിച്ചവരിൽ ആരൊക്കെയാണ് അനുകൂലവും പ്രതികൂലവുമായി പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. രോഹിണി നാൾ ജനിച്ചവർ ദോഷഫലങ്ങൾ കുറയാനായി വർഷത്തിലൊരിക്കലെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ പഠനകാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ദോഷഫലങ്ങൾ വളരെയധികം കുറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിണി നാൾ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.